ടമ്മി ടൈമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഗോതമ്പ് കൊണ്ടുള്ളൊരു കേക്കാണ്. ഇതിൽ മൈദയും വൈറ്റ് ഷുഗറും ഇല്ല. അതുപോലെ തന്നെ ഓവൻ ഇല്ലാത്തവർക്കും ഇതുണ്ടാക്കാം. കുക്കറിലാണ് ഞാൻ ഈ റെസിപ്പി ചെയ്തിരിക്കുന്നത്. അപ്പോൾ വീഡിയോ കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻസിനായി ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. കേക്ക് ഉണ്ടാക്കുന്നതിനായിട്ട് ഒരു അരിപ്പയിൽ 2 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുക. 240 ml കപ്പ് സ്റ്റാൻഡേർഡ് കപ്പ് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇടുക, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഇടുക. ഇതും അധികം പഴക്കം ചെന്നായിരിക്കാൻ പാടില്ല. ഇതിലോട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടി ഇടുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് അരിച്ചെടുക്കാം. അരിച്ച ശേഷം മാറ്റി വയ്ക്കുക. ഇനി ഒരു പാത്രത്തിൽ 1 കപ്പ് തിളപ്പിച്ച് ചൂട് മാറിയ പാലൊഴിക്കുക. ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ വേണം തിളപ്പിച്ചെടുക്കാനായിട്ട്. ഇനി അതിലോട്ട് 1/2 കപ്പ് എണ്ണ അല്ലെങ്കിൽ ബട്ടർ നമുക്ക് ഉപയോഗിക്കാം. എണ്ണയാണെങ്കിൽ സൺഫ്ലവർ ഓയിലോ വെജിറ്റബിൾ ഓയിലോ ഉപയോഗിക്കാം. ഇനി അതിലോട്ട് ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ. ഇതിൽ 1 കപ്പ് പനങ്കൽക്കണ്ട് പൊടിച്ചതാണ്. പൊടിച്ച പനങ്കൽക്കണ്ടും കൂടി ഇട്ട് നല്ലോണം എല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്യാം. ഇത് പനങ്കൽക്കണ്ടൊക്കെ അലിയുന്ന വരെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. എല്ലാം നല്ലോണം മിക്സായി പനങ്കൽക്കണ്ടും അലിഞ്ഞ ശേഷം ഇതിലോട്ട് 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ഒഴിക്കാം. ഇനി അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സിൽ ഞാൻ കുറച്ച് ഗോതമ്പ് പൊടി വിതറി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ കാഷ്യൂസും റൈസിൻസും ആണ് എടുത്തിട്ടുള്ളത്. ഡ്രൈ ഫ്രൂട്ട്സ് കേക്കിൻ്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ ബേക്ക് ചെയ്യേണ്ട ട്രേയും കൂടെ ഒന്ന് ഗ്രീസ് ചെയ്ത് വെക്കുക. ഞാനിവിടെ നെയ്യാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നെയ്യോ ഓയിലോ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇനി അരിച്ചു വെച്ച മാവിലോട്ട് പാലിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. പകുതിയാണ് ഞാൻ അരിച്ച് ചേർക്കുന്നത്. അത് കഴിഞ്ഞ ശേഷം നല്ലോണം മിക്സ് ആക്കിയ ശേഷം ബാക്കി പകുതിയും കൂടെ ചേർക്കാം. ഇനി ഇത് നല്ലോണം മിക്സാക്കി കൊടുക്കാം. ഇനി ബാക്കി പകുതിയും കൂടെ ചേർക്കാം. അപ്പോൾ അവസാനം അടിയിൽ പനങ്കൽക്കണ്ട് മിക്സ് ആവാതെ ഉണ്ടെങ്കിലും നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം ചേർത്ത് കൊടുക്കാം. ഇനി നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. എല്ലാ ഇൻഗ്രീഡിയൻസും നല്ലോണം ഈവനായിട്ട് എത്തുന്ന രീതിയിൽ മിക്സ് ചെയ്യാം. ഈ ഒരു കൺസിസ്റ്റൻസി മതിയാവും. അപ്പോൾ ഒരുപാട് ഇളക്കം തോറും ഇതിൻ്റെ കേക്ക് ഉണ്ടാക്കി വരുമ്പോഴത്തേക്ക് അതിൻ്റെ ഫ്ലഫിനെസ് കുറയും. പിന്നെ വീറ്റ് ആയതുകൊണ്ട് ഒരുപാട് ഇളക്കം തോറും അതൊരു ഡ്രൈ ആയി പോകും. അപ്പോൾ ഈ ഒരു എല്ലാം മിക്സ് ആകുമ്പോഴത്തേക്ക് മിക്സായി കഴിഞ്ഞെന്നുണ്ടെങ്കിൽ നമുക്ക് നിർത്താം. ഇനി അതിലോട്ട് ഡ്രൈ ഫ്രൂട്ട്സ് ആഡ് ചെയ്യാം. നിങ്ങൾക്ക് ഏത് ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിലും ഉപയോഗിക്കാം. വാൾനട്ടും ബദാം ഒക്കെ ഉപയോഗിക്കാം. ഞാനിവിടെ കാഷ്യൂസും റൈസിൻസും ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി ഇത് ഒരു സ്പാറ്റിൽ വെച്ചിട്ട് റൗണ്ടായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് മതിയാവും, ഓവർ മിക്സിങ് ചെയ്യരുത്. ഇനി ഇതൊരു ട്രേയിലോട്ട് മാറ്റാം. നമ്മൾ ഗ്രീസ് ചെയ്ത് വെച്ചതാണ് ബേക്കിംഗ് ട്രേ. ബാറ്റർ മുഴുവൻ ഒഴിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞ ശേഷം ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ഉള്ളിൽ എയർ ബബിൾസ് ഒക്കെ മാറാനായിട്ടാണ്. ഇനി ഇതിൻ്റെ മുകളിലെ ഷേപ്പ് ഈവൻ അല്ല, അതുകൊണ്ട് ഒരു സ്പാറ്റിൽ വെച്ചിട്ട് ഒന്ന് ഈവൻ ആക്കി കൊടുക്കാം. ഇനി ഇതിന് മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് കാഷ്യൂസ് വെച്ച് കൊടുക്കുകയാണ്. നിങ്ങളുടെ ചോയ്സിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്യാം. ഇനി ഇത് കുക്കറിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്യുന്നത്. അതിനായിട്ട് 7 ലിറ്ററിൻ്റെ കുക്കറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ 1 ഇഞ്ച് ഞാൻ പൊടിയുപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ലിഡും വിസിലും ഒക്കെ ഉപയോഗിക്കരുത് ബേക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് വേണം നമ്മൾ അടച്ചു കൊടുക്കാനായിട്ട്. ഈ കുക്കർ അടച്ച് ഒരു ഹൈ ഫ്ലെയിമിൽ 3 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ട്. പ്രീ ഹീറ്റ് ചെയ്ത കുക്കറിലോട്ട് ഒരു മെറ്റൽ സ്റ്റാൻഡ് വെച്ച് കൊടുക്കാം. സ്റ്റാൻഡ് വെച്ച് നമ്മുടെ ബേക്കിംഗ് ട്രേ ഇനി അതിലോട്ട് വെച്ച് കൊടുക്കാം. ട്രേ വെച്ച് കൊടുത്ത ശേഷം ലിഡും വിസിലും ഒന്നും ഇല്ലാതൊക്കെ കുക്കർ ഒന്ന് അടച്ചു കൊടുക്കുക. അത് കഴിഞ്ഞ് തീ ഏറ്റവും കുറച്ച് വയ്ക്കുക.
എനിക്ക് ഈ കേക്ക് 40 മിനിറ്റ് വേണ്ടി ഒന്ന് ബേക്ക് ചെയ്യാൻ. ഇതുപോലെ മിഡിൽ പോർഷനായിട്ട് കുത്തി നോക്കാം. ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ കേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഓരോ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് വ്യത്യാസം വരാം. ഒരു 25 മിനിറ്റിന് ശേഷം ഒന്ന് ചെക്ക് ചെയ്യാം. ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വയ്ക്കാം. ഇനി ചൂട് മാറാൻ വേണ്ടി വെക്കണം. കംപ്ലീറ്റ് ആയിട്ട് തണുത്ത ശേഷം ഇതിൻ്റെ സൈഡിൽ ഒരു കത്തി കൊണ്ട് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. അത് കഴിഞ്ഞ് ഒരു പ്ലേറ്റ് വെച്ചിട്ട് ഒന്ന് കമത്തി കൊടുക്കാം. 4 സൈഡും ഒന്ന് തട്ടി കൊടുത്താൽ ഇതുപോലെ കേക്ക് അതിൽ പോരും. ഇനി നിവർത്തി വെക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ അടിയിൽ ഒരു പ്ലേറ്റ് വെച്ചിട്ട് ഇതുപോലെ വേണം ചെയ്യാനായിട്ട് നിവർത്തിയെടുക്കാൻ. നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.